അപ്പോൾ വീണ്ടും നമസ്കാരം. നമ്മളങ്ങനെ താഴോട്ട് ഇറങ്ങാൻ പോവുകയാണ്. പോയി കുറച്ച് മണൽ വാരിയാലോന്നുണ്ട്. നമ്മുടെ ദിലീപ് സാർ മുന്നിൽ അങ്ങനെ പോകുന്നുണ്ട്. 2 ചൂണ്ടയൊക്കെ ഉണ്ട് കയ്യിലേട്ടോ. പിന്നെ ഉച്ചയ്ക്കുള്ള നമ്മുടെ ഫുഡും. അങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മുടെ നാട്ടിൽ നമ്മൾ കാണാൻ വഴിയില്ലാത്തൊരു സംഭവമാണിത്. ഈ ഒരു സംഭവം നമ്മൾ ഒരു അതിർത്തിക്ക് അപ്പുറത്തേക്ക് പോകുമ്പോൾ ഉള്ള സ്റ്റെപ്പാണിത്. നമ്മളെന്ത് ചെയ്യും, ഗേറ്റ് പണിഞ്ഞിട്ട് അത് തുറന്നടച്ചൊക്കെ പോകും. ഇതങ്ങനല്ല, ഇതിങ്ങനെ കയറി ഇറങ്ങി സ്റ്റെപ്പ് പോലെ പണിഞ്ഞിട്ടിരിക്കുകയാണ്. ഇതൊക്കെ ഇവിടുത്തെ ട്രഡീഷണൽ ആയിട്ടുള്ള രീതിയിൽ അവർ ചെയ്യുന്ന കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ താഴെ പോകുന്നു. അവിടെ മണലുണ്ടെന്ന് തോന്നുന്നു. നമ്മുടെ നാട്ടിൽ പോയിട്ട് മണൽ വാരാൻ പറ്റാത്തതിൻ്റെ സങ്കടമെല്ലാം നമുക്ക് ഇവിടെ അങ്ങ് മണൽ വാരി തീർക്കാന്നുള്ള സാഹചര്യത്തിലാണ് പോകുന്നത്. അമ്മച്ചി ഇവിടെ ഇല്ലല്ലേ? പറയാൻ പറ്റില്ല, ചിലപ്പോൾ ഇപ്പോൾ വരും കുറച്ച് കഴിഞ്ഞാൽ. എവിടെടാ എൻ്റെ ഫീസും ചോദിച്ചോണ്ട്. ഇവിടെ വലയൊക്കെ ഇട്ടിട്ടോ, നമുക്ക് വേണമെങ്കിൽ വലയൊക്കെ എടുത്തിടാം. അതാണ്ട വെച്ചേക്കുന്നേ. പക്ഷേ ഇവരുടെ കൺസ്ട്രക്ഷൻ അല്ലേ എന്തായാലും. ഇവിടെ നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവരുടെ കൺസ്ട്രക്ഷനാണ്. ഇവിടെ അരുണാചലിലെ ഒട്ടുമിക്ക വീടുകളും എല്ലാം ഈ ഒരു രീതിയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. കാരണം മുളകളിലാണ് ഇത് പൊക്കിയിരിക്കുന്നത്. അത് നോർത്ത് ഈസ്റ്റിൽ ഏകദേശം ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. അത് ഏറ്റവും കൂടുതൽ ഫ്ലഡിനെ അതിജീവിക്കാൻ വേണ്ടിയുള്ളതാണെന്നാണ് എൻ്റെ ഒരു അറിവ്. അത് ഇതാകുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൂടുതലൊരു സാമ്പത്തിക നഷ്ടം ഉണ്ടാവില്ല, എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായാൽ തന്നെ. ഇത് നമ്മുടെ കുറും നദിയും പിന്നെ റിയാബസ്തിയിൽ നിന്ന് വരുന്ന ഒരു നദിയും കൂടെ കൂടിച്ചേരുന്ന സ്ഥലമാണ്. ഇത് പണ്ടങ്ങാണ്ട് വന്ന് കിടക്കുന്ന ഒരു മരമാണ്. ഈ റിയാബസ്തിയിൽ നിന്ന് വരുന്ന ഈ നദിയിലെ വെള്ളം കണ്ടില്ലേ, ക്രിസ്റ്റൽ ക്ലാരിറ്റിയാണ് വെള്ളം, നല്ല സൂപ്പറല്ലേ. പക്ഷേ ഇതും മാറും കേട്ടോ, നല്ലൊരു മഴ പെയ്യുന്ന സമയത്ത്. അതേസമയം ഈ കുറുനദി എന്ന് പറഞ്ഞാൽ ഏകദേശം നമ്മുടെ വിൻ്റർ അല്ലാത്തുള്ള എല്ലാ സമയങ്ങളിലും ഏകദേശം വെള്ളത്തിന് ഈ കളർ തന്നെയായിരിക്കും. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഇപ്പോൾ ഈ കഴിഞ്ഞ മാസത്തിൽ ഉണ്ടായ സംഭവ വികാസങ്ങൾക്ക് അപ്പുറമാണ് ഇപ്പോൾ ഈ ഒരു ചെറിയൊരു ബീച്ച് പോലെ രൂപാന്തരപ്പെട്ടിരിക്കുന്നത്. പിള്ളേരൊക്കെ നല്ല തികർത്ത് തമർക്കുകയാണ്. നാട്ടിൽ നിന്ന് വിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനൊരു ഓപ്ഷൻസ് ഒന്നുമില്ല. ഇപ്പോഴാണ് നമ്മളിങ്ങനെ ഈ ഒരു വൈബ് നമ്മൾ കണ്ടെത്തിയത്. അതുകൊണ്ട് തന്നെ പിള്ളേരൊക്കെ വളരെ വൈബിലാണ്. നമ്മൾ പിന്നെ എന്താ വെച്ചാൽ എക്സ്ട്രാ ഡ്രസ്സൊന്നും കൊണ്ടുവരാൻ പറ്റാത്തതുകൊണ്ട് നമുക്കത് പറ്റിയില്ല. ഇനിയൊരു വരവിനാകാം. ഓക്കെ, ഈ നദികൾ ജോയിൻ്റ് ആവുന്ന ഈ സ്ഥലത്ത് കണ്ട പ്രത്യേകിച്ച് നമ്മുടെ ആ ഒരു കളർ വേരിയേഷൻ കണ്ടില്ലേ, സൂപ്പറായിട്ടില്ലേ. ഇവിടെ ഇഷ്ടം പോലെ മീനുണ്ട് കേട്ടോ. ഇവിടെ കുറച്ച് മുമ്പ് വരെ ഇവിടെ 4-5 ചൂണ്ടക്കാരുണ്ടായിരുന്നു. അവർ വല്ലാതെ ഒന്നും കിട്ടിയില്ല, കുറച്ചൊക്കെ കിട്ടിയിട്ട് അവരങ്ങനെയൊക്കെ പോയി. ഇനി അവരൊരു സന്ധ്യയോട് കൂടി വരും എന്ന് പറഞ്ഞിട്ട് അവർ പോയത്. പൊടിമീനോ നമുക്ക് നോക്കാമായിരുന്നില്ലേ? നമുക്ക് നീളം കൂട്ടണം. പക്ഷേ നീളം കൂട്ടിയാലുമേ മറ്റേ ഇതിനകത്തൊക്കെ കിട്ടുമോ? നമ്മുടെ ശക്തമായ ചൂണ്ടയിടുന്നതിനെ കുറിച്ചുള്ള ആലോചനകളാണ് നിങ്ങൾ തത്സമയം കണ്ടുകൊണ്ടിരിക്കുന്നത്. കുറും നദിയുടെ ഭയാനകമായ ചുഴിയിലൂടെ. അവിടെ കുഴിയുണ്ട്. ഇനിയിപ്പോ കുളിക്കാലോ ധൈര്യമായിട്ട്. വേറെ എന്തെങ്കിലും ഉണ്ടോ? നനയുന്ന സാധനം വല്ലതും ഉണ്ടോ? നിങ്ങൾ പോകണ്ട, കുട്ടികൾ അപകടമാണ്. അങ്ങനെ നമ്മുടെ ഈ പരിസരത്തുള്ള ഒരു ഫ്രണ്ട് വന്നിട്ട് ഇപ്പോൾ പുതിയൊരു ചൂണ്ടൽ ഇവിടെ കൊത്തി വെച്ചിട്ട് പറഞ്ഞു, സാറന്മാരെ ഒന്ന് നോക്കിയേക്കണേ എന്ന് പറഞ്ഞിട്ട് അയാൾ കുറച്ച് അപ്പുറത്തേക്ക് മാറിപ്പോയി. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് വരും ആൾ. അങ്ങനെ എല്ലാം അടിപൊളിയായിട്ട് വൈബെല്ലാം കഴിഞ്ഞ് പിള്ളേരൊക്കെ മടുത്തു. രാവിലെ പ്രിയതമ്മ ഒരു മന്തി റൈസിന് വേണ്ടി ട്രൈ ചെയ്തിരുന്നു. അപ്പോൾ അത് കൊണ്ടുവന്നിട്ട് നമ്മളങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കഴിഞ്ഞ് മെല്ലെ വൈബെല്ലാം അവസാനിപ്പിച്ച് തിരിച്ച് സ്കൂളിലേക്ക് തിരിച്ച് പോകണം. അതിനുള്ള പ്ലാനിങ്ങിലാണ് ഞങ്ങളിപ്പോൾ. ഇവിടുന്ന് കാണുമ്പോൾ ഒരു വൈബ് കണ്ടോ. പിന്നെ ഇത് വേറൊരു സെറ്റപ്പ് കേട്ടോ. നമ്മുടെ ഇതിൻ്റെ റൂഫ് ചെയ്തേക്കുന്നുണ്ടോ, നമ്മുടെ വാഴയില കൊണ്ടാണ് ഈ റൂഫ് ചെയ്തേക്കുന്നത്. ഇത് മൊത്തം ഇവിടുത്തെ 2-3 വീടുകൾ ഞങ്ങൾ ശ്രദ്ധിച്ചു, അതെല്ലാം ഇങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ വേറൊരു മച്ചാൻ അപ്പുറത്തെ സൈഡിൽ വന്നു. ഈ മച്ചാൻ 2-3 കിട്ടി കേട്ടോ. പക്ഷേ
വലിയ വലുപ്പമില്ല, ഒരു 6 ഇഞ്ച് 5 ഇഞ്ച് വലുപ്പമുള്ള മീനുകളൊരു 3 കണ്ട് ഇപ്പോൾ തന്നെ അവൻ വലിച്ച് കയറ്റി മുകളിലിട്ടു. എന്തായാലും സന്ധ്യ മയങ്ങുന്നു. നമുക്കിനി ഓഫ് റോഡ് ഇവിടുന്ന് ഒരു 5-6 കിലോമീറ്ററോളം പോകാനുണ്ട്. അത് പക്ക ഓഫ് റോഡാണ്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ വരുമ്പോൾ. എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.